നമസ്കാരം ഗൈസ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഗൈസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, അപ്പോ 5ാമത്തെ എപ്പിസോഡല്ലേ ഇന്ന്. അതെ. അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പരിപാടിയൊക്കെ? എന്താണ് അങ്ങനെ 5 ദിവസം കഴിഞ്ഞു. 5 ദിവസം കൂടി വരുന്നുണ്ട്. അതെ, ഇന്നലത്തെ ദിവസം 30 ഇന്നത്തെ വീഡിയോയില് 20, ഇന്ന് 30 ചില്ലറയായി ഇന്ന് നോക്കുമ്പോ. അപ്പൊ 100ാമത്തെ വീഡിയോ എത്തുമ്പോ ഒരു 100K അടിക്കാം. 100K നീന്ന് പറയുന്നു, ഒരു 100 മില്യൺ. അതാ 100 ബില്യൺ 100K കണ്ടാലും നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ധാരാളമാണ്. എന്നിട്ട് നീ 100 ബില്യൺ ഒക്കെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഓടിച്ചിട്ട് പോവാ. പക്ഷെ 30 വിശ്വസിച്ചില്ലേ? 30 ആളെങ്കിൽ ലൈക്ക് ഇന്നലെ 27 വരെ ആയിരുന്നു. അത് മെല്ലെ ഒരു 3 ആൾ കൂടി വെച്ച് 3 ആളൊക്കെ എത്തിക്കല്ലേ. അപ്പൊ ഇന്നത്തെ ഓഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. ഇന്നൊന്നും സീമരായില്ല, നാളെ സീമരായല്ലോ. ഓ, മന്തിന്റെ ആയില്ലേ? അതിന്റെ പ്രഷർ ഇത് പറഞ്ഞിട്ട്. നിന്റെ എങ്ങനെയുണ്ട്? എന്റെ കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് സെയിലായി. ആ സെയിലൊരു ഇതിലാ ഇന്ന് ഓഫീസിൽ നിന്നേ, അല്ലെങ്കിൽ എന്നേ ഇറങ്ങി വന്നേ ഇതായേനെ. പിന്നെ ഇന്ന് തൽക്കാലത്ത് ഞാൻ സെയിലായി. നാളെയും കൂടി ഒന്ന് കൊടുത്താ ഈ മാസം ഒന്ന് റെസ്റ്റ് ചെയ്യാം. കഴിഞ്ഞു, ഈ മാസം കഴിഞ്ഞോ. ഇനി അടുത്ത മാസത്തേക്ക് നോക്കിയാൽ മതി. ഇനിയിപ്പോ നിന്റെ ഓഫീസ് നാളെ സീനെ നാളെ ഇതന്നെ മന്ദന്റെ പ്രശ്നം. മീൻസ് എല്ലാ ഇതും കഴിക്കണം. എന്നാ പെൻഡിങ്ങിലെല്ലാം കഴിച്ചിട്ടേ നാളെ ഇപ്പം വരാൻ പറ്റുള്ളൂ. എത്ര മണിയാണ് ഓഫീസിൽ ഇറങ്ങും? അപ്പോ എത്ര മണിക്ക് ഓഫീസിൽ ഇറങ്ങുക നീ? വെച്ചാൽ ഇപ്പൊ നമ്മളെ താഴ്ന്നവരില്ലേ, ഇപ്പൊ കോൾ ചെയ്യുന്നവര്, ഇപ്പൊ കോൾ ചെയ്യുന്നവര് അവരെ 7 മണി വരെ ടൈം. അപ്പൊ അവര് 7 മണി വരെ കഴിഞ്ഞിട്ട് ഇപ്പൊ 7 മണിക്ക് ഇപ്പൊ അവരൊരു സെയിൽസ് ആക്കി. അപ്പോ നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ റിഫ്ലക്ട് ആവുന്നത് 7:15, 7:20 അല്ല, വേഗം കിട്ടും. പക്ഷെ അവര് ആ ഒരു കമ്പനി പറയുന്ന ആ സെർവറിന്റെ ടൈമില്ലേ, അവര് നമ്മളെ ഈ MS ടീം പറയുന്നത്, അവര് പറയുന്നത് 20 മിനിറ്റ് 15 മിനിറ്റാ. വേഗം റിഫ്ലക്ട് ആവലുണ്ട്, അതിന് മുമ്പേ ആവലുണ്ട്. പക്ഷെ എന്നാലും അവര് പറയുന്ന ടൈം. അപ്പൊ നമ്മൾ ആ ഒരു ടൈം ആയിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പൊ എന്റെ എന്തായാലും നാളെ ഒരു 8 മണിയാവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പഴയ ഫോളോ അപ്പ് എല്ലാം കുത്തിപ്പൊക്കണം, പഴയ കേസ് എല്ലാം കുത്തിപ്പൊക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്താല് ഇറങ്ങാൻ മീൻസ് ഉച്ചക്കുള്ളിൽ കൊടുത്താൽ ഉച്ചക്ക് ഇറങ്ങാം. പക്ഷെ കൊടുക്കണം, അതാണ് എല്ലാം ദൈവത്തിൻ്റെ പോലെ. അല്ല, പുള്ളിക്കാരൻ്റെ ഇതിലാണ് ഇപ്പൊ ഓടിപ്പോണത്. പുള്ളിക്കാരനാ എന്താ പറയുന്നത്? അതൊരു ഫ്രൈസ് എങ്ങനെ പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാ പറ. അത് ഓരോരുത്തരുടെ വിശ്വാസം. വിശ്വാസം മനസ്സിലായാ? അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത് വിശ്വാസം, അതൊരു വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പോ എന്താ, ഒരു സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, സംഭവിക്കാൻ പോകുന്നതിന് നമുക്ക് പറയാൻ കഴിയില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബിലീവ് അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് വേണമെങ്കിൽ വിശ്വാസം എന്ന് പറയാം. നമുക്ക് കണ്ടിട്ടില്ല ഒരു വിശ്വാസം, നമ്മൾ തൊട്ടിട്ടില്ല ഒരു വിശ്വാസം. അപ്പൊ അതെന്നാ ഒരു എനർജി. അല്ലാണ്ട് പുള്ളിക്കാരി അങ്ങനെ നീ പറഞ്ഞ ഇപ്പം. അപ്പൊ നിന്നെ പഠിച്ചതൊക്കെ ആരാ? എന്നെ പഠിച്ച എന്റെ അച്ഛൻ, അമ്മ, പൊക്കോ, ഗ്രാൻഡ് ഫാദർ. അതാണ് ഞാൻ പറയാം. അതിന് നമ്മളെ സയൻസിലൊരു തിയറി ഉണ്ട്, ബിഗ് ബാങ് തിയറി എന്ന് പറയും. അതിനെ കുറിച്ച് അതിപ്പോ എല്ലാവർക്കും അറിയാം, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാലും ഞാൻ ഇത് പറയാം. നമുക്കിപ്പം ബിഗ് ബാങ് തിയറി കാരണം നമ്മളിപ്പോ നമ്മൾ ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടായത്. അത് കുറെ തിയറി ഉണ്ട്, അതിലൊരു തിയറിയാണ് ബിഗ് ബാങ്. ബിഗ് ബാങ് ആണെന്ന് എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ ആളും വിശ്വസിക്കുന്നത്. ബിഗ് ബാങ് തിയറി ഞാൻ തോന്നുന്നു കുറച്ചുകൂടി പോപ്പുലർ അതാ. അപ്പോ നമ്മുടെ ഈ സൂര്യനുണ്ടായി, സൂര്യൻ്റെ എന്തോ ആ ഒരു ചെറിയൊരു കഷ്ണം അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് കൂടുതലെങ്കിലും ഞാൻ പോകുന്നില്ല. പ്ലാനറ്റ്സ് ഉണ്ടായി, പ്ലാനറ്റ്സ് ഉണ്ടായി. പ്ലാനറ്റ്സ് സൂര്യൻ്റെ അങ്ങനെ തന്നെ. സൂര്യൻ എന്നിട്ട് അത് കോടാനുകൂടിയ വർഷം തണുത്തതിന് ശേഷം അതിൽ എന്താ പറയാ, നമ്മൾ ഈ ലൈഫ് എന്ന് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായി. പിന്നെ ഇത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം വെള്ളത്തിലേക്ക് ഉണ്ടാവുക, വെള്ളം പറ്റൂലേ, അപ്പൊ അങ്ങനെ കരയിലാവൂലേ, അങ്ങനെ അവർക്ക് ആ കുറെ കാലം കരയിൽ ജീവിച്ച് അവർക്ക് ആ കരയിൽ സർവൈവ് ചെയ്യേണ്ട എബിലിറ്റി കിട്ടി.
അപ്പൊ അത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ആ ഒരു സാധനം മാറി, എബിലിറ്റി മാറി. അതിന്റെ വെള്ളത്തിൽ നിന്നും കരയിലേക്കും വെള്ളത്തിലേക്കും ജീവിക്കാനുള്ള സംഭവം കിട്ടി. അങ്ങനെ വേറെ എന്തെങ്കിലും ഫുഡ് കഴിഞ്ഞ് എന്തെങ്കിലും തിന്നാനുള്ള സംഭവം അതിനുണ്ടാവും. തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഭൂമിയിൽ നമ്മളെ ലാൻഡിൽ വന്നിട്ട് ചെറിയ തിന്നാൻ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് തിന്നാനുള്ള എബിലിറ്റി കിട്ടി. അങ്ങനെ 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 പരിഗണിച്ച് ഉണ്ടായ ഒരു സംഭവമാണ് നമ്മൾ ഈ മങ്കി എയ്ഡ്സ് പറയുന്നത്. അതിൽ നിന്ന് പരിഗണിച്ചുണ്ടായ മനുഷ്യര്. കാരണം ഒരു പഠനം നടന്നിട്ടുണ്ട്, ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ല, എല്ലാ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആ DNA നോക്കി എല്ലാവരും ഡിഫറൻസാ. ഈ മനുഷ്യനും ചിമ്പാൻസിനും തമ്മിലുള്ള ഇതില്ലേ 99% കറക്റ്റാ, മാച്ചാ. അപ്പൊ എന്നാ അതിന്റെ വ്യത്യാസം എന്നാ 1% അല്ലെങ്കിൽ 99% നമ്മൾ സിമിലറാണ്. DNA പറയുന്നത് DNA സിമിലറാണ്. 1% എന്താണെന്ന് അത് നമുക്ക് ഊഹിച്ചാൽ പറയാം. ബാക്കി ഇതല്ലോ 99% സിമിലറാണ്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു ബിഗ് ബാങ് തിയറി ഉണ്ടായിട്ടില്ലേ, ബിഗ് ബാങ് തിയറി ആ ഒരു ഹീറ്റില് എന്താ ഈ മറ്റേ ഈ എന്താ പറയാ രാഷ്ട്രതന്ത്രം എന്നെല്ലാം പറയുന്നില്ലേ, അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല. ആ ഒരു ബിഗ് ബാങ് തിയറിയിൽ ഉണ്ടായ സാധനം മീൻസ് എന്താ പറയാ, ഇപ്പൊ ബ്ലാക്ക് ഹോൾ തന്നെ പറയുന്നില്ലേ, അതേപോലെ കൊറേ ഇത് എന്താ പറയുക ആറ്റം സൂര്യന്റെ തന്നെ ആറ്റമാണ്. കൊറേ ആറ്റം ഇങ്ങനെ തിങ്ങി ഏടി പോവാണ്ട് അങ്ങനെ ഒരു ഹീറ്റ്, അങ്ങനെ ഒരു ഇതാണ് സൂര്യൻ. അപ്പൊ പിന്നെ വേറെന്താ, സൂര്യൻ ഉണ്ടാക്കിയ ദൈവമല്ലടാ, ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാവത്തുള്ളൂ. ആ ആറ്റം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ. ഇപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സയന്റിസ്റ്റുകൾക്ക് ഇപ്പോഴും മറുപടി കോഴിയാണ് ആദ്യം വന്ന് മുട്ടയാണ് ആദ്യം വന്ന്, മനസ്സിലായില്ലേ? ഈ കോഴി എന്ന് പറയുന്നത് ഏതിന്റെ അത് എനിക്ക് അറിയില്ല, പക്ഷെ അത് ഉറപ്പാണ് ഏതോ ഒരു ജീവിന്റെ ഇതാണ്. ഏത് ഒരു പരിണാമമാണ് ഈ കോഴി. മാത്രം എല്ലാം ഇപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ എയ്ഡ്സിന്റെ ഒരു പരിണാമമാണ് നമ്മള്. അതേപോലെ തന്നെ മുമ്പിലത്തെ കാലത്ത് അത് വേറെ ഏതോ ജീവിയായിരിക്കും. വേണമെങ്കിൽ വല്ല ഈ ഡിനോസറില്ലേ, ഡിനോസറിൽ കുറെ തരത്തിലുണ്ടായില്ലേ, മീൻസ് 4 കാലിലുണ്ട്, 2 കാലിലുണ്ട്, മനസ്സിലായില്ലേ? ചിലപ്പോ വേണമെങ്കിൽ അതിൽ നിന്ന് പരിഗണിച്ചതാവാം, പറയാൻ പറ്റില്ലല്ലോ. അല്ല അപ്പോ ഈ നീ ഈ ശിവന്റെ ഇപ്പൊ കുറെ അമ്പലങ്ങളുണ്ട് ഇന്ത്യയില്. ഓക്കെ, അപ്പൊ ഈ ചില അമ്പലം ശിവൻ ഓരോരു ദൈവം പണി കഴിച്ചാന്ന് പറയുന്നു. ഉദാഹരണം ശബരിമല ഉണ്ടായത് എങ്ങനെയാണ്? അയ്യപ്പൻ കാട്ടിലോട്ട് പോയിട്ട് അങ്ങനല്ലേ? അല്ല, പരശുരാമൻ എന്തോ സാധനം അറിഞ്ഞിട്ട് അല്ലല്ലോ. അതൊരു കഥ, ഒരു മിത്ത്. ഏത് അതവിടെ പ്രതിഷ്ഠിച്ച പിന്നെയുള്ളൊരു മിത്താ. നീ ഫുള്ള് പറ. എന്റെ അറിവ് വെച്ചിപ്പോ നോക്കുകയാണെങ്കിൽ അയ്യപ്പൻ പുലിയിൽ കാട്ടിൽ പോയി, അതാണ് ഇപ്പൊ കാണുന്ന ശബരിമല പറയണത്. അതൊന്ന് അതല്ല, അത് നമുക്ക് പറ്റടിക്ക. അതല്ല, അയ്യപ്പ പുലിയിൽ കാട്ടിൽ പോയിട്ട് അങ്ങനത്തെ സംഭവമല്ല. അത് യുദ്ധമുണ്ട്, കൊറേ കഥയുണ്ട്. ഒന്ന് പറഞ്ഞ പരശുരാമൻ എന്തോ അങ്ങനെ കാട്ടിലെ പോയിട്ട് അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് എറിഞ്ഞ് അങ്ങനത്തെ ഉള്ള ഒരു സ്കീമുണ്ട്. പിന്നെ വേറില്ല വെച്ചാൽ ഈ ഏതോ നിന്റെ ദൈവം തന്നെ പറയുന്നുണ്ട്, ഏതാ ഒരു ഇതിന്റെ മറ്റിതാന്ന് ഏത് എന്നാ ഇനി പറയും, മലയാളം വീടൊന്നും കിട്ടൂല, ഇംഗ്ലീഷ് പറ. ഏതോ ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഉണ്ടാക്കിയ തലമുറയില്ലേ, എന്താ പറയാ ഒരു അംശമാണ് അയ്യപ്പൻ. അപ്പൊ ഓരോ അംശത്തിനും ഓരോ ഇതുണ്ടാവൂലേ, ഏത് സർട്ടൻ ഇത് കൊടുക്കൂലേ, ഈ ജനിപ്പിക്കുന്നതിനൊരു ഇത് കൊടുക്കൂലേ. അപ്പൊ അങ്ങനെ വന്ന് ഓൻ്റെ ഇതെന്ന് വെച്ചാൽ ഈ ദുഷ്ടനായ ചെങ്ങായി അതിനെ വധിക്കലാന്ന് ഓൻ്റെ ഒരു ഇത്. അങ്ങനെ ഓൻ്റെ ഒരു കാട്ടിൽ പോയി, ഒരു കാട്ടിലൊരു അമ്മമ്മ ഉണ്ടായിന്. ആ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം മുമ്പ് നിന്ന് ഫുഡെല്ലാം കഴിച്ച് പോയി. അമ്മമ്മ വാളെല്ലാം കൊടുത്ത്, അമ്മമ്മ വാളെല്ലാം കൊടുത്തു തന്നേരം, വാളെല്ലാം കൊടുത്ത് അങ്ങനെ പോയിട്ട് ഓനെ അതിനെ വധിച്ചിട്ട് അവിടെ ഇരുന്നു. ആ സ്ഥലം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കഥയുണ്ട്. കാർട്ടൂണിൽ വേറെ കഥയാണ്.
ഒരു മഹാരാജാവ് അങ്ങനെ വേറെ എന്തല്ലോ കഥയാ, സീരിയലില് വേറെ കഥയാണ്. എല്ലാം ഡിപ്പെൻസ്, ഓരോ സംഭവം ഓരോ ആൾക്കാരുടെ ഡിപ്പെൻസിലും അത് ഓരോ കഥയായിരിക്കും. അതാ പറയുന്നത്, ഇത് ജസ്റ്റ് കഥയാണ്. അത് മനസ്സിലാക്കേണ്ട കേസാ കഥ. ഈ ലോകത്തിലിപ്പോ നടക്കുന്ന കാര്യങ്ങള് മനസ്സിലായില്ലേ, അത് മീൻസ് പ്രീ പ്ലാൻഡ് ആയിരിക്കും, ദൈവത്തിന് പ്രീ പ്ലാൻഡ് ആയിരിക്കും, അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ലൈക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കോഴ്സ് ഓഫ് ലൈൻസ് ആയിട്ട് ഇതുണ്ടാവും. അപ്പൊ എനിക്ക് ഈ കഥയിലുള്ള വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനൊക്കെ. അങ്ങനെ പണ്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം ഇപ്പൊ പ്രത്യക്ഷപ്പെടാതെ, പണ്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, കോമൺ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന ദൈവം ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ. ദൈവം ഓരോ രൂപത്തിലും ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ല, മുമ്പ് നമുക്ക് വിസിബിൾ ആയിരുന്നു. അതൊക്കെ നമ്മളെ സീരിയൽസ് മറ്റേ ക്രിസ്ത്യൻ തന്നെ എല്ലാവർക്കും കാണുന്നതാണ് ക്രിസ്ത്യൻ. അതെ, പക്ഷെ അതെ ഇപ്പൊ ദൈവങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കും, പക്ഷെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റണതില്ലല്ലോ. അതായത് എന്ത് പറ്റി, എന്താ കാരണം എന്നാ? അല്ലെ കാരണം ബിസിനസ്സില്ല, കാരണം ഇല്ലാണ്ട് പിന്നെ ഇത്രയും നാള് മുമ്പിൽ മറ്റേ വൈബായിട്ട് നടന്ന ഒരു ദൈവം പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോയ എന്നാന്ന് ഇത് പറ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ കൃഷ്ണൻ, ഓക്കെ, കൃഷ്ണൻ മധുരയിൽ ജനിച്ചു. ലൈക്ക് അവിടെ യശോദ അവര് ദത്തെടുത്തു. എന്നിട്ട് തിരിച്ച് മധുരയിൽ കംസൻ വെച്ചാൽ മറ്റേ അദ്ദേഹത്തിന്റെ അമ്മാവൻ വധിക്കുകയുണ്ടായി. അപ്പോൾ ലൈക്ക് ഓക്കെ, എന്നിട്ട് എന്താ കൃഷ്ണൻ മധുരത്തിന് ഒരു അമ്പലം കെട്ടി അങ്ങനെ. പക്ഷെ ഇപ്പോഴും കൃഷ്ണൻ എന്താ പറയാ, കൃഷ്ണനെ അമ്പലത്തിൽ നിന്നും കിട്ടിയില്ല. മധുരയിൽ ഇപ്പോഴും കൃഷ്ണന്റെ അമ്പലമുണ്ട്. അവിടെ മറ്റേരിയയിലുണ്ട്. അതെല്ലാം കൃഷ്ണന്റെ ചെറുപ്പകാലത്താണ് ഈ കംസനവധം. അതല്ല, അതൊക്കെ അതിനുശേഷം ഇപ്പം വലുതായിട്ടും ഏത് മഹാഭാരതങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ ഇരുത്തിയില്ല. അപ്പൊ അങ്ങനത്തെ അറിയാതെ കൂടുതൽ പറയുന്നത്. ഞാൻ പറയും, ഇപ്പൊ ദൈവം നമ്മുടെ രൂപത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റോടെ തന്നെ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ കാണാൻ പറ്റുന്നവരുണ്ടാവും. ഇപ്പൊ സ്വാമിമാര് ഇപ്പം മഹാഭാരതത്തില് വരെ എല്ലാരും ഒന്നിച്ചു വന്നേ. മഹാഭാരതത്തിൽ വിഷ്ണു അത് ഇത് മറ്റേ മഹാഭാരതത്തിലേക്ക് എല്ലാരും പോയി, സ്വർഗത്തിലേക്ക് പോയി. ആടാ മറ്റേ സ്വർഗത്തല. ഇപ്പൊ എല്ലാരും കുറെ ദേവന്മാരും ദേവികളും. നീ ഒന്ന് പറയുന്നു, നീ ചിന്തിച്ചോ, നീ എന്ന് പറയുന്നു സംഭവം എങ്ങനെ ലോജിക്കലി എങ്ങനെ ഒരു പോസിബിൾ ആവുക? ഒരു വിശ്വാസം, ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയും. കാരണം അത് ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജീനെ ആരാധിക്കുന്നുണ്ട് ഇല്ലുമിനാറ്റി, അങ്ങനത്തെ ടീംസ്. പോസിറ്റീവ് എനർജീനെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം മനുഷ്യൻ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടത്തെ ആൾക്കാരെല്ലാം പൊട്ടന്മാരാണ്. അതാ ദൈവം ഇല്ലാണ്ട് ലൈക്ക് ഇപ്പൊ ഈ ലോകത്തിറങ്ങുന്ന ഒരു സംഭവം നടക്കും. ലൈക്ക് പ്രീ പ്ലാൻഡ്. ഓക്കെ, അപ്പൊ നാളെ നീ എന്ത് ചെയ്യുന്നുള്ള പോലെ അറിയുന്നുണ്ടാവാം. പ്രീ പ്ലാൻഡ്. അതെങ്ങനെ നിനക്കറിയും? ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഞാൻ പറയുന്നത് അത് പ്രീ പ്ലാൻഡ്. അതെങ്ങനെ നിനക്കറിയും? ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ച അത് ശരിയാവുന്നില്ലല്ലോ. അതൊരു വിശ്വാസം അല്ലേ? അത് പ്രീ പ്ലാൻഡ് ആവാം, അല്ലെ പ്രീ പ്ലാൻഡ് ആണ് നിന്റെ ഒരു വിശ്വാസം അല്ലേ? അല്ല, നീ കണ്ടിട്ടില്ലല്ലോ. അതാ ഞാൻ പോയിലേക്ക് എത്തി. നീ കണ്ടിട്ടില്ല, അല്ല നിന്നെ അറിയുന്ന ആരും കണ്ടിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ നിനക്കൊരു വിശ്വാസം, ഇത് പ്രീ പ്ലാൻഡ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം അല്ലേ? വിശ്വാസം, അതായത് ആരും പറഞ്ഞു വരുന്നത് വിശ്വാസം. ശരി പോട്ടെ, വിശ്വാസം. ഞാൻ പറയും, നീ ഒന്ന് പറയും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനല്ല പറയാ, നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഈ ദൈവം ഇല്ല പറഞ്ഞ ഒരിക്കലും അവർക്ക് മാറൂല. അവർ അതെന്നെ പറഞ്ഞോണ്ടിരിക്കും. ലൈഫ് ലോങ് അതെന്നെ പറഞ്ഞു ദൈവമില്ല അങ്ങനെ പറഞ്ഞിരിക്കും. ദൈവമില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ദൈവമുണ്ട്. പക്ഷെ ദൈവമില്ല എന്ന് പറയുക നമുക്ക് തെളിവുണ്ട്. കാരണം ഞാൻ കണ്ടില്ല, നമ്മളാരും കണ്ടില്ല, ഈ ഭൂമിയിലത്തെ ഒരാളും കണ്ടില്ല. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് എനിക്കൊന്നും തെളിവുണ്ട്. അതാ ചോദിക്കുന്നത്. അന്നേരം നീന്റെ വിശ്വാസത്തിനെ കൊണ്ടുവരും. അപ്പൊ ഞാൻ പറഞ്ഞത് അത് വിശ്വാസം. ഞാൻ പറയുന്നത് വിശ്വാസമല്ല, ഞാൻ പറയുന്നത് റിയാലിറ്റി. വ്യത്യാസമുണ്ട്. ഞാൻ റിയാലിറ്റി പറയുന്നത്, നീ വിശ്വാസം പറയുന്നു.
ഇപ്പം നീ ജീവിക്കുന്ന ഭൂമിയെ തെളിവല്ലേ? ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. നീ അവർ പറഞ്ഞ ബിഗ് ബാങ് തിയറി മാറുന്ന സയൻസ് പറയുന്നു, ഓക്കെ. ബട്ട് റിലീജിയസ് ബുക്സിൽ ലൈക്ക് പണ്ടത്തെ റിലീജിയസ് ബുക്സ് ഭഗവത്ഗീത അങ്ങനെ കുറെ ബുക്കുകളുണ്ട്. ആ ബുക്കിന് പേര് ഞാൻ പറയുന്നില്ല, ബുക്ക് ഇഷ്ടംപോലെ ഉണ്ട്, ഓക്കെ. ഈ ബുദ്ധന്മാർക്ക് ബുക്ക് ഉണ്ടാവും, മുസ്ലിംസ് ബുക്ക്, ക്രിസ്ത്യൻസ് അതിലെ എന്താണ് അത് പറയുന്നത് ആ ദൈവം എഴുതിയ ബുക്കുകളായിരിക്കാം, ഓക്കെ. ഈ ബൈബിൾ ഉദാഹരണം ബൈബിൾ ആരെഴുതിയ പറ ബൈബിൾ ആരെഴുതിയ? ഞാൻ ഇങ്ങനത്തെ കാര്യം നോക്കില്ല. അട്ടർ ഫ്ലോപ്പ് സാധനം ഞാൻ നോക്കില്ല. ലോജിക്ലെസ് സാധനം ദൈവം ഇത് അതാ ചോദിക്കുന്നത്. അപ്പൊ എഴുതിയ ദൈവം ഇവിടെ പോയി എഴുതിയിട്ട് ഇവിടെ വെച്ചിട്ട് പോയാ എവിടെ പോയി? അതാ പറഞ്ഞ നമ്മുടെ ചുറ്റുവട്ടത്തിന് ജീവിക്കുന്ന പക്ഷെ നമുക്ക് കഴിവുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ ടോപ്പിക് നിർത്താം. എന്താ ലാസ്റ്റ് ഒരു കാര്യം പറയാം. ആ ബുക്കാരെ എഴുതിയേ? ഏത് ബൈബിളോ? കർത്താവ് മറ്റേ നിന്റെ ഖുറാൻ എന്ന് പറയുന്നത് അള്ളാഹിന്റെ വചനമാണത്. ഓക്കെ, ഈ ചെറിയ ബുക്ക് ആരെഴുതിയതാവാം? ഇപ്പോ ഭഗവത്ഗീത ചോദിച്ചിട്ട് മാത്രം ഉത്തരം പറയും. ഈ ബുക്ക് ആരെ എഴുതിയതാവാം നിന്റെ ഒരു ഇതില്? ബൈബിൾ ആണെങ്കിൽ ദൈവം എഴുതിയതാവാം. ദൈവം എഴുതിയതാവാം, അല്ലാണ്ട് ആവാം ആണ്. ഞാൻ ചോദിക്കുന്നത് മാത്രം ഉത്തരം പറ. ആണോ അല്ലെങ്കിൽ ആവാമോ? ഖുറാൻ എഴുതിയ അതൊന്നും ഞാൻ പഠിച്ചോനാ അതെനിക്ക് ഉറപ്പ് പറയാം, അത് ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷെ ബൈബിൾ എനിക്ക് കൺഫേം ചെയ്താൽ പറയാൻ പറ്റില്ല. ഖുറാന്റെ കാര്യം പറ, നീ ഉറപ്പിക്കണേ പറയുക. അള്ളാഹുവിന്റെ വചനമാടാ അതില്. ഞാൻ അതാ പറഞ്ഞ ഇനി ആ ബുക്കിലോട്ട് എത്തിയാ എന്ത് നാളെ വർഗീയ വിഷയം അത്. അതുകൊണ്ടാ അങ്ങനല്ല ആയില്ല. ഇപ്പൊ കടലിലേക്ക് ഇറങ്ങിയാല് നമ്മളെ സ്രാവ് ഇടിക്കുന്ന എങ്ങനെ നമുക്കറിഞ്ഞേ? നമ്മൾ ഇറങ്ങി നോക്കിയോണ്ട് അല്ലേ? ഇതൊരാളിങ്ങനെ പറഞ്ഞ് പടർത്തിയാല് പിന്നെ അതന്നെയാണ് വിശ്വാസം. അപ്പൊ നീ പറയുന്നത് യേശു, മറ്റേ അള്ളാഹു, മറ്റേ നമ്മളെ ശിവൻ, കുറെ ഇതെല്ലാം ഉണ്ടായി പറയുന്നത്, ഇത്തിരി ദൈവങ്ങൾ ഉണ്ടായിന്ന് പറയുന്നത്, ഓരോ റിലീജിയൻ എന്ന് പറഞ്ഞ സംഭവം നീ പണ്ടുണ്ടായിന്ന് പറയുന്നത്. പണ്ട് ഈ നമ്മൾ ഈ ഭൂമി ജനിക്കുമ്പേ നിങ്ങൾ കുറച്ചാൾ മുസ്ലിംസ് ആയിക്കോ, നിങ്ങൾ കുറച്ചാൾ ക്രിസ്ത്യൻസ് ആയിക്കോ, ബാക്കി ഹിന്ദുക്കളായിക്കോ, പിന്നെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മതി, പിന്നെ കുറച്ചാൾ വേണമെങ്കിൽ ബുദ്ധിസ്റ്റ് ആയിക്കോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചാബികളോ ചേർത്തോ, കുഴപ്പമില്ല. എന്ത് പഞ്ചാബിക്ക് വേറെ ഇതില്ലേ? സിഖ് അതന്നെ കുറച്ച് അവര് ഇതായിക്കോ, ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ട് ഇതെല്ലാം പ്രീ പ്ലാനാ. പിന്നെ ഒബ്വിയസ്ലി പറയാൻ എനിക്ക് എന്താ തെളിവ്? ഞാനിത് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ എന്റെ വീട്ടുകാർ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇതാരും കണ്ടിട്ടില്ല, കാണാത്ത ആർക്കും അറിയില്ല, ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഇതിന്റെ സാധനത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ലോണ്ടാ ഞാനിത് അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തെളിയിച്ചോണ്ടാവണ്ടേ നീ ആണ് പറയുന്നത് അല്ലേ? ഒറ്റ മിനിറ്റ്. ഇപ്പൊ നീ പറഞ്ഞ സയൻസ് കാര്യങ്ങളെല്ലാം തന്നെ മീൻസ് സയൻസ് കണ്ടുപിടിക്കുന്ന മുന്നേ തന്നെ ഖുറാനിലുണ്ട്. മീൻസ് ഈ റിലീസ് ഹോളി ബുക്കുകളുണ്ട്, ഓക്കെ. ഈ സയൻസ്, ഈ അറ്റോമിക് തിയറി നീ പറഞ്ഞില്ലേ, എന്ത് തിയറി ആയിരുന്നു? ബിഗ് ബാങ് തിയറി. അതൊക്കെ ഖുറാനിലും ഈ ഇങ്ങനത്തെ ഈ എന്താ പറയുക ഗ്രന്ഥങ്ങൾ മുന്നേ ഉണ്ട്. അതൊന്നും മനുഷ്യനെടുത്തതാവാം, മനുഷ്യന്മാരെടുത്തതാവാം അല്ലേ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവാം എന്ന് പറയുന്നില്ലേ? ആവാം എന്ന് പറഞ്ഞാ അപ്പോ അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞൂടെ, ഇതേപോലെ നമുക്കൊരാ മനുഷ്യനെ എഴുതിയതാവാം. മനുഷ്യൻ എല്ലാം എഴുതും അങ്ങനെ. ഭഗവത്ഗീത എന്റെ അറിവില് എഴുതിയതാണോ? എന്റെ കുഞ്ചത്തെ എഴുത്തച്ചാ ഏതൊരു പറ നീ പറയാണ്ടത് നീ നിങ്ങൾ അതൊക്കെ. ഇപ്പൊ ഉദാഹരണം മാത്തമാറ്റിക്സിൽ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. ഒന്ന് അതില് പലതും ഖുറാനിലുണ്ടെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. മാത്സിലേക്ക് കുറെ ഈ പൈ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഖുറാനിലുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. അതുണ്ട്, സംഭവമുണ്ട്. പക്ഷെ അതാ പറഞ്ഞ ഈ 5000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യം 5000 വർഷം മുന്നേ എത്താൻ പറ്റുമായിരിക്കും? ഇല്ലല്ലോ. എടമുത്തേ ഇപ്പൊ ദൈവ ഖുറാനിൽ പയ്യുണ്ടോ? പയ്യെന്ന് പറഞ്ഞ സംഖ്യയിലുണ്ട്. പിള്ളേരെ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. പയ്യ സീക്വൽ പയ്യ 3.14 അടാ അങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞല്ലേ എടാ. അതായത് 5000 വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ ഖുറാനിലുണ്ട്. പല പയ്യന്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്.
പയ്യന്റെ പിന്നെ ആ ചിഹ്ന 5000 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യം 5000 വർഷം മുന്നേ എഴുതിയിട്ടുണ്ടെന്ന്. എന്താ നടക്കാൻ പോകുന്ന കാര്യം എഴുതിയ പറ. അതായത് ഇപ്പൊ ഇന്നാൾ ലോസ് ഏഞ്ചൽസിൽ തീവ്രതുണ്ടായില്ലേ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈല് എഴുതിയതാ കല്ലിൽ എഴുതിയതാ? അത് കല്ലിൽ എഴുതി കല്ലിൽ എഴുതിയതാ? ആ കല്ലിപ്പ് എവിടെയുണ്ട്? മക്കയിലുണ്ട്. കല്ലിൽ എഴുതിയതാ? എത്ര പേജ് ഉണ്ട്? ഖുർആൻ 400 അപ്പുറം പേജ് ഉണ്ട്. അപ്പൊ 400 കല്ലിൽ എഴുതിയതാ? അപ്പൊ എങ്ങനെയാ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ചോദിക്കുന്നത് എങ്ങനെ എഴുതിയതാ? ഭഗവത്ഗീത പേജിൽ എഴുതിയത്. അന്നേരം നമുക്ക് വിശ്വസിക്കാം അതൊരാൾ എഴുതിയതാണ്. ഖുർആൻ എന്ന് പറയുന്നത് വൈഡ് വാസ്റ്റ് ആണ്, ഒന്നല്ല. മക്കേന്റെ പല ഭാഗത്തു നിന്നും എഴുതിയതാണത്. അത് ദൈവത്തിന് ഒറ്റ സ്ഥലത്തിന് എഴുതാ ഇല്ല മഷി എനിക്ക് ചിന്തിച്ചു നോക്കാം സംഭവം. ഇത് ഇത്ര എഴുതി വെച്ചാണ്. ലോസ് ഏഞ്ചൽസ് നടന്ന തീയില്ലേ, തീപിടുത്തം, അതിൽ ഖുർആനിൽ പണ്ടേ ഇത് കൊടുത്തിട്ടുണ്ട്. എന്ത് ഒറ്റ ഖുർആൻ ഏത് ഭാഷയിലാണ്? അറബി. അപ്പൊ ദൈവത്തിന് ഈ ഭാഷകള് എല്ലാ ഭാഷയും അറിയില്ല, ഇംഗ്ലീഷൊന്നും അറിയില്ല. സംശയമാണ്. അറബി ഇതിലേക്ക് അറബി ഇപ്പൊ മലയാളത്തില് നീ സ്പാനിഷിലും ഫ്രഞ്ചിലൊക്കെ ഇറക്കിക്കൂടെ? എടാ അതാ ഭഗവത്ഗീത പറഞ്ഞ ആളെ എഴുതിയതാണ്. അതാ ഞാൻ പറയുന്നത്. ഖുറാൻ പൊതുവെ പറയണില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞ ഒറിജിനല് മലയാളം വിചാരം അല്ല അല്ല മറ്റേ എന്ത് ഭാഷയാണ്? ഇംഗ്ലീഷ് അല്ല ബൈബിള്. പിന്നെന്താ? ജീസസ് ഇംഗ്ലീഷ് അല്ലല്ലോ, ഗ്രീക്ക് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേല് അല്ല, ഇസ്രായേൽ അല്ല, എന്താണ് അതിന്റെ പേര്? ജീസസ് ജനിച്ച സ്ഥലം ഇസ്രായേൽ അല്ലേ? അല്ലടാ, ഗ്രീക്ക് തോന്നുന്നു. അപ്പൊ ഗ്രീക്ക് ഭാഷയല്ലേ ഇതുണ്ട്, ഇംഗ്ലീഷിലല്ലേ ഇപ്പൊ ബൈബിൾ ഇല്ലത്. അപ്പൊ ട്രാൻസ്ലേറ്റ് ഇപ്പൊ മലയാളത്തേക്ക് പറയില്ലേ? അപ്പൊ ഇതെല്ലാം കല്ലില് വെച്ച് ജീസസ് കല്ലിൽ എഴുതി വെച്ചാ? അല്ലല്ല, അതെനിക്കറിയാം. ക്രിസ്ത്യൻ എനിക്കറിയില്ല. അള്ളാഹു കല്ലിൽ എഴുതി വെച്ചത്. അപ്പൊ അതെനിക്കറിയാം. അത് കണ്ടേ കണ്ടിനി വിഷയം ഒഴിവാക്കാൻ വേണ്ടി ഉമ്മാക്കിയിട്ട് കാര്യമില്ല. വിഷയം ഒഴിവാക്കാൻ വേണ്ടി ഉമ്മാക്കിയിട്ട് കാര്യമില്ല. പറയണം, ചോദിച്ചു തരം പറയണം. ഓക്കെ, ആ ലോസ് ആഞ്ചൽസ് തീപിടുത്തം അത് ഖുറാനിൽ പണ്ടേ കൊടുത്തിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിൽ അല്ല, മീൻസ് അതിന് ബദായിട്ട് അതിന് ഇപ്പൊ നോക്കിയോ. എനിക്ക് ഒരു ടി വി ചാനലിൽ ഒരു ഷോ ഉണ്ട്. ഏതാണ്? എന്താണ് അതിന്റെ പേര്? മറ്റേ പ്രവചനം നടക്കുന്നൊരു ഷോ ഉണ്ട്. എന്നപ്പോ അതിന്റെ പേര് ഏതിലാണ്? നമ്മളൊരു ഇംഗ്ലീഷ് നമ്മളിപ്പം അതന്നെ. അതിലിപ്പം കോവിഡ് തന്നെയാണ്. മുമ്പേ 2000 കോവിഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് സാധനമുണ്ട്. വീഡിയോ കണ്ടാ? ഏത് കോവിഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വൈറസ് തന്നെ അവരെ ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല തീപിടുത്തം അവരും പറഞ്ഞിട്ടുണ്ട്. തീപിടുത്തം അങ്ങനെ അവര് ഇത് രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ കുറെ എണ്ണം ഇവര് ഈ ചാനലിൽ അവര് പറഞ്ഞിട്ടുണ്ട് 2000 നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇത് അള്ളാഹു ഉണ്ടാക്കിയതാ? അവരുടെ ഡയറക്ടറുടെ പേര് ഞാൻ പറഞ്ഞ, പ്രൊഡ്യൂസറുടെ പേരും അല്ല ഞാൻ പറഞ്ഞിരുന്നാ. അല്ല കാർട്ടൂൺ ഉണ്ടാക്കിയ ആളെ ആനിമേറ്ററിന്റെ പേരും മറ്റേ ഡയറക്ടറിന്റെ പേരും ഞാൻ പറഞ്ഞിരുന്ന. അപ്പൊ നീ നേരെ പറഞ്ഞ പോലെ അള്ളാഹു ആണ് ഇത്, അല്ലെങ്കിൽ അള്ളാഹു ഞാൻ പറയുന്നില്ല, അത് മാത്രം ഞാൻ ഇങ്ങനെ ഇതാക്കി പറയുന്നില്ല. ദൈവമാണോ ഇത് ഉണ്ടാക്കിയത്? നീ ലോജിക്കില്ലാതായാലും പറയുന്നു. അതെങ്ങനെ പറ? ഒരു ടി വി ഷോ ഉണ്ടാക്കിയ ദൈവം പറഞ്ഞാൽ ലോജിക്കില്ലേ? ശരി, ഇപ്പൊ നോക്കുകയാണെങ്കിൽ അല്ല അതിലിപ്പോ കുറെ കൊടുത്തു. നീ പറഞ്ഞ 1-2 കുറെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അതാ പറഞ്ഞ നേരത്തെ ലൈക്ക് ഇതിന് ഹിന്റ് തന്നിട്ടുണ്ട് ഖുറാനില്. അങ്ങനെ അപ്പൊ ഖുറാൻ നോക്കിട്ട് ഇവരാക്കിയത് അതെനിക്കറിയത്തില്ല. അതെനിക്കറിയില്ല. അത് നിനക്കറിയില്ല, കാരണം നീ അത് കണ്ടിട്ടില്ല. എന്ത് അവരെ ഏത് നോക്കിയിട്ടാക്കി? കാരണം എനിക്കറിയില്ല, കാരണം നീ അത് കണ്ടിട്ടില്ല. എസ് ഓർണോ? കണ്ടിട്ടില്ല. അതേപോലെ ചോദിക്കുന്നത് ആ പോയി അടുത്ത നോക്ക്. ഖുർആൻ ആക്ക് നീ കണ്ടില്ല. ഖുർആൻ അള്ളാഹു എഴുതിയ നമ്മളെ ഈ ഹോളി ബുക്ക് ദൈവം നീ കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ല. അതെനിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാൾ ഒരു തലമുറയായിട്ട് പഠിച്ചു വരുന്നതാണ്. ഇപ്പൊ നമ്മള് മലയാളം പഠിക്കണമെന്ന് എങ്ങനെ നമ്മൾ മലയാളം പഠിക്കുന്നത്? ഭാഷ പഠിക്കുന്നത്. നമ്മൾക്ക് പണ്ട് ഭാഷ അറിയുന്നുണ്ടായില്ല.
നമ്മളെങ്ങനെ ഇപ്പം ഈ ഭാഷ പഠിച്ചത്? തലമുറകളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വരുന്നതാണ്. ഇപ്പൊ എൻ്റെ വീട്ടുകാർ ഞാൻ ജനിച്ചവരെ എനിക്ക് പറഞ്ഞു തന്നു ഭാഷ, അങ്ങനെ 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 ഇപ്പം ഭാഷ പഠിച്ച്. അപ്പൊ അത് ഒരു തലമുറ നമുക്കതിങ്ങനെ പകർന്ന് നമ്മളതിങ്ങനെ ഇപ്പൊ നാളെ നമുക്ക് നമ്മളെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവര് അങ്ങനെ 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 പോകുന്നതാണ്. അപ്പൊ പിന്നെ എനിക്ക് അത് അങ്ങനെ പറഞ്ഞാൽ ഈ നടക്കുക എന്ത്? അപ്പൊ അതാ പറഞ്ഞു, വിശ്വാസവും ഏത് ഉറപ്പിക്കലും വ്യത്യാസമാണ്. ഉണ്ട് എന്ന് പറയുന്നതും ഉണ്ടാവാം എന്ന് പറയുന്നതും വ്യത്യാസമാണ്. ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണം, ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു തെളിവ് വേണം. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ തെളിവല്ല ഇവിടെ നിരത്തി. അപ്പൊ ഞാൻ നേരത്തെ തെളിവല്ല, നീ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അത് ഓക്കെയാണ്. അതാണ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഞാനില്ല എന്ന് പറയുന്ന സാധനം നീ ഉണ്ട് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ്. പക്ഷെ നീ ഇന്നെ കൊണ്ടാവുന്നില്ല, നീനല്ലോ അല്ലല്ല. ദൈവം ഇല്ല എന്ന് പറയുന്നവർ എന്ത് പറഞ്ഞാലും ഇല്ല തന്നെ പറയുന്നു. ദൈവം ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ എനക്കില്ലൂ. എനക്കിപ്പോ ദൈവം ഉണ്ട് പറഞ്ഞിട്ട് എനക്കിപ്പോ ഇതാവുണ്ട് അല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് എനക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ റിയാലിറ്റി സംസാരിക്കും, അല്ലാണ്ട് ഞാൻ ദൈവമില്ലേ അങ്ങനെ അങ്ങനെ പറയുന്നല്ല. എനക്ക് ഇപ്പൊ ഞാൻ ശബരിമലക്ക് പോയിട്ടില്ലേ, അത് എനക്ക് അങ്ങനത്തെ അല്ല. ദൈവം ഇല്ല എന്നല്ല, പക്ഷെ ദൈവം ഇല്ലാതൊരു ഇതുണ്ടെങ്കിൽ ഞാൻ ഒരു എനർജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു എനർജിയിൽ, ദൈവത്തിലല്ല, ഒരു പോസിറ്റീവ് എനർജിയിൽ. അതൊക്കെ മനസ്സിലായ? അല്ലാണ്ട് ഞാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് തരണം. കാരണം തെളിവ് തരാൻ കഴിയില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് പറയാൻ പാടില്ല. ഉണ്ടാവാം അങ്ങനെ പറയാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യാസം മനസ്സിലായാ? അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഉണ്ടെന്ന് പറയുന്നവരും ഉണ്ട് തന്നെ പറയും. മനസ്സിലായില്ലേ? അതിലെ എന്ത് നീ ആർഗ്യുമെന്റ് ഇങ്ങോട്ട് കൊടുത്താലും അങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ ഒറ്റ ചോദ്യം, ഉണ്ടാവാമില്ലേന് തെളിവ്, ഉണ്ടാവാമില്ലേ തെളിവ്. അതല്ലേ പറഞ്ഞ ഹോളി ബുക്സ്. അത് ആര് കണ്ട്? അതാ ഇപ്പൊ എല്ലാം ഞാൻ അതുപോലെ പറഞ്ഞു. ആ ചോദ്യം ചോദിച്ചാൽ എല്ലാം അതിലേ പറയേണ്ടി വരും. അതായത് ആര് കണ്ട്, അല്ല ആര് കണ്ട്, അതാ ചോദിക്കുന്നത്. നിന്റെ ഉത്തരം മുട്ടിയില്ലേ? അതാണ് ഉത്തരം. നിന്റെ ഉത്തരമില്ലായ്മയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഞാൻ ചിന്തിച്ചു, നിനക്ക് ഞാൻ തെളിവ് എന്ന് പറയുമ്പോൾ നിനക്ക് ഒരു ഉത്തരമില്ല. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ അത്രയൊക്കെ ഈ ടോപ്പിക്ക് ഞങ്ങൾക്ക് പറയാമല്ലോ. മനസ്സിലായാ? എനിക്കൊരു ഉത്തരം വരുന്നില്ല, അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. മനസ്സിലായാ? നമുക്കത് ഈ ടോപ്പിക് എല്ലാം മാറ്റാം. അതെ, വേറെന്താ ഇപ്പം പറയാ? വേറെന്ത്, മിക്കവാറും ഇതാവും, കോൺട്രവേഴ്സി ആവും. പിന്നെ കോൺട്രവേഴ്സി ആവും, കാര്യം പറയാല കോൺട്രവേഴ്സി ആവും. നിന്റെ വീട്ടിൽ ഇനി പ്രതിഷേധം എല്ലാം വരും. എൻ്റെ വീട്ടിൽ പ്രതിഷേധം, എന്ത് പ്രതിഷേധം? നമ്മളങ്ങനെ ആരും അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. അമ്മയൊക്കെ, അച്ഛനല്ല. അത് ഓരോ ഡിപ്പെൻസ്, ഓരോ ഇത് വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസം ദൈവത്തിലല്ല, ഒരു എനർജിയിൽ, ഒരു പോസിറ്റീവ് എനർജി, ഒരു എനർജി ഉണ്ട്. ആ എനർജി എന്തോ ഒരു ഇതാണ്. ചില ഇല്ലുമിനാട്ടി വിശ്വസിക്കുന്നില്ലേ, അതേപോലെ. പക്ഷെ ഇല്ലുമിനാട്ടി ഉണ്ടോ ഇല്ല, ചില ഇല്ലുമിനാട്ടി നമ്മളെ വീട് നമ്മളെ എന്താ നീ പറഞ്ഞതേടല്ലോ, ഇത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് സംഭവം ഇവരാ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളവരുടെ പാവകൾ അങ്ങനെല്ലാം പറയുന്നുണ്ട്. അത് നെഗറ്റീവ് എനർജി വിശ്വസിക്കും, പോസിറ്റീവ് എനർജി വിശ്വസിക്കും. പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്, കൂൾ. അപ്പോൾ അങ്ങനെ നാളേക്ക് എന്ത് ടോപ്പിക്ക് പറ? നാളത്തെ ടോപ്പിക്കല്ല, കുറച്ച് കഴിഞ്ഞാൽ അറിയില്ലൂ. എന്താ ചേച്ചി? അതെല്ലാം എപ്പിസോഡ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നാളത്തെ ടോപ്പിക്ക് നാളെ നോക്കാം. നാളെ നമുക്ക് ഇങ്ങനെ ഇന്ന ടോപ്പിക് ഒന്നും വേണ്ട, നമുക്കിങ്ങനെ പറഞ്ഞു തുറക്കാം. നാളെ പോലെ എന്താ പറയുക, ഇന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതാ ടോപ്പിക്ക്. ഇന്ന് വായി അടഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഉണ്ടെന്ന് പറയാറ് ഉണ്ടെന്ന് പറയും. ഇല്ല എടാ, നീ എന്താ പറയുന്നത്? ദൈവം ഉണ്ട് പറയുന്നവര് ഉണ്ട് തന്നെ പറയും, ഇല്ല എന്ന് പറയുന്നവര് ഇല്ല തന്നെ പറയും. ദൈവം ഇല്ല എന്ന് പറയുന്നവര് ഇല്ലാന്ന് മാത്രമല്ല പറയുന്നത്, തെളിവ് സഹിതം പറയുന്നുണ്ട്. അപ്പൊ ഉണ്ട് എന്ന് പറയുന്നവർക്കൊന്നും പറയാനില്ല. കാരണം ആ ശബ്ദമില്ലായ്മയാണ് അതിന് ഉത്തരം. അന്നേരം അവർ ചിന്തിച്ചു നോക്കണം, ശരിയാണ് ഈ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അവർ ചിന്തിച്ചു നോക്കണം.
അത് ചിന്തിച്ച് നോക്കണം. അത് ചിന്തിച്ച് നോക്കണ്ട. അന്നേരം പിന്നെ ദൈവമില്ല, ഇല്ല, ദൈവമുണ്ട്, അങ്ങനെ ഒരു കാര്യമില്ല. അല്ല നമ്മൾ എനിക്ക് കൂടുതൽ സംസാരിച്ച മിക്കവാറും കോൺട്രവേഴ്സി ആവും. കോൺട്രവേഴ്സി ആവുന്നത് ആക്കണമെന്നാ കോൺട്രവേഴ്സി ആവണം. പിന്നെ കോൺട്രവേഴ്സി ആവണം. ടോപ്പിക് കോൺട്രവേഴ്സി ആവണം. എന്തിനാ കോൺട്രവേഴ്സി ആക്കിയിട്ട്? അല്ലെങ്കിൽ അവിടെ ആദ്യത്തെ പ്രശ്നമുണ്ട്, ഇനി ഇതും കൂടി ഇതാകാൻ. എന്നാ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം അല്ലേ? അപ്പോ നാളെ നല്ലൊരു പുതിയ ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അതല്ലേ പരമാവധി ഷെയർ ആക്കി നമുക്ക് കോൺട്രവേഴ്സി ആക്കാം. അത്രയില്ലേ ചെക്കൻ ഇത്ര കഷ്ടപ്പെട്ടത് ഇല്ല അല്ല, എന്തല്ലോ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെക്കഞ്ഞെടുത്ത് കൊണ്ടുവന്ന നമുക്കത് കോൺട്രവേഴ്സി ആക്കിയേക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.